പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി യുഎസിലെത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കൻ സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് മിഷിഗണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 21 മുതൽ 23 വരെ 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി യുഎസിലെത്തുന്നത്. യുഎസ് സന്ദർശന വേളയിൽ മോദി ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഡെലവെയറിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. അവിടെ അദ്ദേഹം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് എന്നിവരുമായി ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. മോദിയുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ട്രംപ് തയ്യാറായില്ല. 2020 ഫെബ്രുവരിയിലാണ് നേരത്തെ മോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ-യുഎസ് വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും അദ്ദേഹം മൗനം പാലിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഖത്തർ പുതിയ സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ചു. എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായ സൈബർ ഇടം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതികവിദ്യയുടെ ലോകം കൂടുതൽ സുരക്ഷിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ദേശീയ വിഷൻ 2030ന്റെ ഭാഗമായി സൈബർ സുരക്ഷാ നയം അവതരിപ്പിക്കുകയാണ് ഖത്തർ. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽഥാനിയുടെ നേതൃത്വത്തിലാണ് പുതിയ സൈബർ സുരക്ഷാ നയം അവതരിപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രിമാർ, വിവിധ വകുപ്പ് മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ ഏകീകൃതമായ ശ്രമങ്ങളോടെ സൈബർ സുരക്ഷ ശക്തമാക്കും. വർദ്ധിച്ചു വരുന്ന സൈബർ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള റോഡ് മാപ്പായി 2ാം ദേശീയ സൈബർ സുരക്ഷാ നയം പ്രവർത്തിക്കുമെന്ന് നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി പ്രസിഡന്റ് NG അബ്ദുൾ റഹ്മാൻ ബിൻ അലി പറഞ്ഞു. എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായ സൈബർ ഇടം ഒരുക്കും. ഇതുവഴി ദേശീയ വികസനവും അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും മികച്ച സൈബർ സുരക്ഷാ രാജ്യമെന്ന പേരും ഖത്തർ നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കോവിഡിന്റെ പുതിയ വകഭേദം XEC US, ചൈന എന്നിവിടങ്ങളിൽ അതിവേഗം പടരുന്നു. 27 രാജ്യങ്ങളിൽ വൈറസ് സാന്നിധ്യമുള്ളതായി റിപ്പോർട്ട്. വ്യാപനശേഷി ഏറ്റവും കൂടിയ കോവിഡ് വകഭേദം യൂറോപ്പിൽ അതിവേഗം പടരുന്നതായി ഗവേഷകർ. ജൂൺ മാസം ജർമ്മനിയിലാണ് XEC വകഭേദം ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് UK, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. ഒമിക്രോണിന് ചില പരിവർത്തനങ്ങൾ ഉണ്ടായതാണ് ഈ വകഭേദമെന്നും ഗവേഷകർ അറിയിച്ചു. 27 രാജ്യങ്ങളിൽ ഏകദേശം 500ഓളം XEC കേസുകൾ സ്ഥിരീകരിച്ചു. വാക്സിനുകൾക്ക് XECയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ പറയുന്നു. പനി, തൊണ്ടവേദന, ചുമ, ഗന്ധം തിരിച്ചറിയാനാവാതിരിക്കുക, വിശപ്പില്ലായ്മ, ശരീരവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പരമാവധി ശുചിത്വം പാലിക്കാനും വാക്സിനുകൾ എടുക്കാനും ഗവേഷകർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഒമാനിൽ വൈഫൈ കണക്ഷൻ പങ്കുവയ്ക്കുന്നതിന് വിലക്ക്. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ ഉപഭോക്താക്കളുമായുള്ള സേവന കരാർ അവസാനിപ്പിക്കുമെന്ന് ടെലികോം കമ്പനികൾ മുന്നറിയിപ്പ് നൽകി. താമസവാടക, കെട്ടിടങ്ങളിൽ നൽകിയിട്ടുള്ള വൈഫൈ കണക്ഷൻ പുറത്തുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി നിയമത്തിന്റെ ലംഘനമാണ്. നിയമം ലംഘിക്കുന്നവരുടെ നിലവിലെ സേവനം റദ്ദാക്കുന്നതിനൊപ്പം ടെർമിനേഷൻ നിരക്കും ഈടാക്കും. കൂടാതെ ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ നിന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കുകയും ചെയ്യും. ഇന്റർനെറ്റ് ഉപയോക്താക്കൾ ടെലികമ്മ്യൂണിക്കേഷൻ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കമ്പനികൾ മുന്നറിയിപ്പ് നൽകി. ലൈസൻസ് ഉള്ള ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിൽ നിന്നു മാത്രം ഇന്റർനെറ്റ് സേവനങ്ങൾ നേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. അബുദാബിയിൽ യാംഗോ ആപ്പ് വഴി പുതിയ ടാക്സി ബുക്കിംഗ് സേവനം ആരംഭിച്ചു. 1500 ടാക്സികളാണ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക് സ്ഥാപനമായ യാംഗോയുമായി ചേർന്ന് അബുദാബി മൊബിലിറ്റി ടാക്സി ബുക്കിംഗിന് ആപ്ലിക്കേഷൻ സേവനം ആരംഭിച്ചു. ടാക്സി സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിൽ 5 മാസം മുമ്പ് ആരംഭിച്ച ആപ്പിലൂടെ ഇതിനകം 8000 ട്രിപ്പുകൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. iOS, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ ഇംഗ്ലീഷ്, അറബി തുടങ്ങി നിരവധി ഭാഷകൾ തിരഞ്ഞെടുക്കാനും സംവിധാനമുണ്ട്. യാത്രക്കാർ മറന്നുവെക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയാൽ വിവരം ഡ്രൈവർമാർ അതത് ടാക്സി കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യണം. ആവശ്യപ്പെടുമ്പോൾ അവ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എത്തിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.